ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങളിലേക്ക് ഡിസ്കസ് ചെയ്ത് തരുന്നത് നമുക്ക് ആധാർ കാർഡ് നമ്മളിൽ നിന്ന് മിസ്സാവുകയോ അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ വാലറ്റിലൊക്കെ ഇട്ട് കൊണ്ട് നടക്കാൻ ചിലപ്പോൾ കാർഡാണെന്നുണ്ടെങ്കിൽ ചിലപ്പം നമുക്ക് കഴിഞ്ഞോളുന്നില്ല. അപ്പോൾ നമുക്ക് PVC ഒരു ATM കാർഡ് രൂപത്തിൽ നമുക്ക് ആധാർ കാർഡ് നമുക്ക് ഇതിൽ നിന്ന് ഓർഡർ ചെയ്തെടുക്കാൻ പറ്റുന്നതായിരിക്കും. അതിന് PVC കാർഡ് എന്ന് പറയുന്നത്. അപ്പം ഈ ഒരു സൈറ്റിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. നിങ്ങളത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഡയറക്റ്റ് ഈ പേജിലോട്ട് നിങ്ങൾ എത്തുന്നതായിരിക്കും. ഓക്കെ, അതിനുശേഷം നിങ്ങൾ ആ ഒരു ഓർഡർ ആധാർ PVC കാർഡ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇതുപോലൊരു പേജ് ഓപ്പൺ ആയി വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുൾ ആവുന്നതായിരിക്കും. നമ്മുടെ ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. വീഡിയോ ജസ്റ്റ് ലൈക്ക് കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ ആധാർ നമ്പർ എൻ്റർ ചെയ്യാനുള്ള ഒരു സെക്ഷൻ കാണാൻ സാധിക്കുക. നിങ്ങൾ ആധാർ കാർഡ് നമ്പർ എൻ്റർ ചെയ്യുക, ക്യാപ്ച എൻ്റർ ചെയ്ത് കൊടുക്കാം. ശേഷം അത് ടിക്ക് ചെയ്തതിന് ശേഷം നിങ്ങളുടെ മൊബൈൽ നമ്പർ, അതായത് മൈ മൊബൈൽ നമ്പർ ഈസ് നോട്ട് രജിസ്റ്റേർഡ് എന്ന് ബട്ടൺ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ആധാർ കാർഡുമായി ലിങ്ക് ചെയ്യുന്ന നമ്പർ നിങ്ങളുടെ എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സെപ്പറേറ്റ് ആയിട്ട് നമ്പർ എൻ്റർ ചെയ്ത് കൊടുത്താൽ മതി. ഓക്കെ, അപ്പം ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നോ പ്രോബ്ലം. ഓക്കെ, അങ്ങനെ ഞാൻ ഒരു നമ്പറൊക്കെ എൻ്റർ ചെയ്തിട്ടുണ്ട്. അതിനുശേഷം OTPയും കാര്യങ്ങളൊക്കെ വന്നു ആ ഒരു നമ്പറിലേക്ക് വരുന്നതായിരിക്കും. ആ ഒരു OTP, അതായത് ആ ഒരു നമ്പർ നിങ്ങൾക്ക് ഇപ്പം നിലവിൽ നിങ്ങൾ യൂസ് ചെയ്യുന്ന നമ്പറാണെങ്കിലും കൊടുക്കാം, നിങ്ങൾ ആരുടെ നമ്പറാണെങ്കിലും കൊടുക്കാം. ഈ ഒരു നമ്പറിലേക്ക് കയറും OTP വരുന്നത്. അപ്പോൾ ആ ഒരു OTP നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഒരു ഭാഗത്തേക്ക് എൻ്റർ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഈ ടേംസ് ആൻഡ് കണ്ടീഷൻ്റെ ടിക്ക് ചെയ്തതിന് ശേഷം ജസ്റ്റ് ഇതൊന്ന് സബ്മിറ്റ് എന്നുള്ളൊരു ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഇതുപോലെ നമുക്ക് ഒരു പോപ്പപ്പ് മെസ്സേജ് വന്നിട്ടുണ്ട്. അതിനുശേഷം ഓക്കെ എന്നുള്ളൊരു ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ജസ്റ്റ് റീഡ് ചെയ്യാം. ശേഷം നിങ്ങൾക്ക് ഇവിടെ ആയിട്ട് പവർഡ് ബൈ പേയോബീസ് എന്ന് കാണാൻ പറ്റും. അപ്പോൾ താഴത്തോട്ട് നിങ്ങൾ ജസ്റ്റ് നിങ്ങൾക്ക് ഐ ഹാവ് ബി കൺഫേം ദാറ്റ് എന്ന് കാണിക്കുന്നതായിരിക്കും താഴത്തെ ബോക്സിൽ. അതൊന്ന് ടിക്ക് ചെയ്യുക. ഓൾറെഡി ചിലപ്പം ടിക്കായിട്ടും കാണിക്കുന്നത്. സോ അത് ടിക്ക് ചെയ്തിട്ടുണ്ട് എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മേക്ക് പേയ്മെൻറ്റ് എന്ന ബട്ടൺ കാണാൻ സാധിക്കും. അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. ഈ ഒരു ഭാഗം മസ്റ്റായിട്ട് ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക, അല്ലെങ്കിൽ ഈ SR നമ്പർ ഒന്ന് കോപ്പി ചെയ്ത് വെക്കുകയോ ചെയ്യുക. 50 രൂപയാണ് നമുക്ക് ഈ ഒരു PVC കാർഡ് ഓർഡർ ചെയ്യാനുള്ള എമൗണ്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ അത് അടുത്ത സെക്ഷനിൽ ഈ ഒരു മേക്ക് പേയ്മെൻറ്റ് എന്ന ഭാഗത്ത് വന്നു കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് UPI വെച്ചിട്ട് ചെയ്യാൻ പറ്റും, കാർഡ് വെച്ച് ഡെബിറ്റ് കാർഡും ക്രെഡിറ്റ് കാർഡൊക്കെ വെച്ചിട്ടും ചെയ്യാനൊക്കെ പറ്റുന്നതായിരിക്കും. അപ്പം എല്ലാവരുടെ മൊബൈലും Google Pay ഉണ്ടായിരിക്കും. അപ്പം നിങ്ങൾ UPI സെക്ഷൻ പോയി കഴിഞ്ഞാൽ ഇതുപോലെ ഒരുപാട് Google Pay UPI ആപ്ലിക്കേഷൻസ് കാണാൻ പറ്റും. അപ്പം നമ്മൾ Google Payയുടെ UPI സെലക്ട് ചെയ്തതിന് ശേഷം ഇവിടെ നിങ്ങളുടെ UPI ID എൻ്റർ ചെയ്തതിൻ്റെ ഒരു ബോക്സാണ്. ഇപ്പോൾ Google Payയിൽ നിങ്ങൾ ഓപ്പൺ ചെയ്യുന്ന ഫ്രണ്ട് ഭാഗത്ത് തന്നെ കാണാൻ സാധിക്കും UPI ID. അത് നിങ്ങൾ ബട്ടൺ ഇവിടെ കോപ്പി ചെയ്തിട്ട് ഇവിടെ പേസ്റ്റ് ശേഷം ഈ ടിക്ക് ചെയ്തതിന് ശേഷം താഴത്തുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ നമുക്ക് ഇവിടെ വെരിഫൈഡ് ആയിട്ടുണ്ട് കിട്ടുന്നതായിരിക്കും. അതിനുശേഷം പ്രൊസീഡ് എന്ന ബട്ടൺ കാണാൻ പറ്റും. പ്രൊസീഡ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ Google Pay ആപ്ലിക്കേഷനിലേക്ക് ഒരു നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും നമ്മുടെ മൊബൈലിൽ. ആ നോട്ടിഫിക്കേഷൻ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം എമൗണ്ട് ഓൾറെഡി അവിടെ വന്നിട്ടുണ്ടായിരിക്കും 50 രൂപ. അത് നിങ്ങളുടെ UPI പിൻ നമ്പർ എൻ്റർ ചെയ്തിട്ട് നിങ്ങളത് പേയ്മെൻറ്റ് ചെയ്ത് കഴിയണം. അപ്പം ഇവിടെ ടൈം കാണാൻ സാധിക്കും, 14 മിനിറ്റാണ് കാണിക്കുന്നത്. അതിൻ്റെ ഉള്ളിൽ നമ്മൾക്ക് അത് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഇവിടുന്ന് റീഡയറക്റ്റ് ആവുന്നതായിരിക്കും. സോ ഇത് നിങ്ങളുടെ മൊബൈൽ ഫോണിൽ ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ Google Payയിൽ നിന്ന് UPI പിൻ നമ്പറൊക്കെ എൻ്റർ ചെയ്തതിന് ശേഷം നേരെ റീസെൻറ്റിൽ വന്നതിന് ശേഷം ഈ സൈറ്റിലോട്ട് തന്നെ വരിക. ശേഷം ഇതുപോലെ നിങ്ങൾക്ക് സക്സസ്ഫുൾ എന്ന് കാണിക്കുന്നതായിരിക്കും. നമ്മുടെ SR നമ്പർ ഇവിടെ വന്നിട്ടുണ്ട്, 50 രൂപയാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഒരു അക്നോളജ്മെൻറ്റ് ഡൗൺലോഡ് ചെയ്തെടുക്കാനായിട്ട് ഈ ഒരു ക്യാപ്ച ഇവിടെ എൻ്റർ ചെയ്തതിന് ശേഷം ഡൗൺലോഡ് അക്നോളജ്മെൻറ്റ് എന്ന ബട്ടൺ നിങ്ങൾ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് നമ്മൾ ഈ PVC കാർഡ് ഓർഡർ ചെയ്തിട്ടുള്ള കാർഡിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടി ഈ അക്നോളജ്മെൻറ്റ് നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റുന്നതായിരിക്കും. ഓക്കെ, അപ്പം എന്തായാലും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുണ്ട് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾ ആരെങ്കിലും ഫ്രണ്ട്സ് ഇങ്ങനെ ആധാർ കാർഡ് നഷ്ടപ്പെടുകയോ അല്ലാന്നുണ്ടെങ്കിൽ കൊണ്ട് നടക്കാൻ ബുദ്ധിമുട്ടായിട്ട് തോന്നുകയുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതുപോലെ നിങ്ങൾക്ക് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം. വീഡിയോക്ക് ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്താണെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സോ ഗൈസ്, നമുക്ക് നെക്സ്റ്റ് വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.